ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏഞ്ചൽസ് വ്ളോഗ്സ്. ഏഞ്ചൽസ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ഒരു നിർമ്മിതിയാണ്. ബഹ്റൈനെയും സൗദി അറേബ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കിങ് ഫഹദ് കോസ്വേ. വെറുമൊരു പാലം എന്നതിലുപരി രണ്ട് രാജ്യങ്ങളുടെ സൗഹൃദത്തിൻ്റെയും എഞ്ചിനീയറിംഗ് മികവിൻ്റെയും പ്രതീകമാണ്. ഇന്ന് നമ്മൾ ഈ പാലത്തിലൂടെ യാത്ര ചെയ്യുക മാത്രമല്ല, ഇതിൻ്റെ പിന്നിലെ രസകരമായ ചരിത്രവും അറിയാൻ പോവുകയാണ്. ഇതിൻ്റെ ചരിത്രം തുടങ്ങുന്നത് 1950കളിലാണ്. ബഹ്റൈനും സൗദി അറേബ്യയും തമ്മിൽ ഒരു റോഡ് വേണം എന്ന ആഗ്രഹം അന്നത്തെ ഭരണാധികാരികൾക്കുണ്ടായിരുന്നു. എന്നാൽ 1981ലാണ് ഇതിൻ്റെ നിർമ്മാണം ഔദ്യോഗികമായി തുടങ്ങിയത്. സൗദിയിലെ ഖോബാറിനെയും ബഹ്റൈനിലെ അൽ ജസ്രയെയും തമ്മിലാണ് ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം $1.2 ബില്യൺ അന്ന് ഇതിനായി ചെലവാക്കിയിരിക്കുന്നത്. 1986 നവംബർ 25 സൗദി രാജാവായിരുന്ന ഫഹദ് ബിൻ അബ്ദുൽ അസീസും ബഹ്റൈൻ അമീർ ഷെയ്ഖ് ഇസ ബിൻ സൽമാൻ അൽ ഖലീഫയും ചേർന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നാമകരണം ചെയ്തിരിക്കുന്നത് കിങ് ഫഹദ് കോസ്വേ എന്നാണ്. ഈ പാലത്തിന് ഏകദേശം 25 കിലോമീറ്റർ നീളമുണ്ട്. ഇത് മുഴുവനായി ഒരൊറ്റ പാലമല്ല, 5 ചെറിയ പാലങ്ങൾ കൂട്ടിയിണക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കടലിൻ്റെ ആഴം കൂടിയ ഭാഗങ്ങളിൽ കൂറ്റൻ തൂണുകളും ആഴം കുറഞ്ഞ ഇടങ്ങളിൽ മണ്ണ് നിറച്ച പാതകളുമാണ് ഈ പാലം പണിതിരിക്കുന്നത്. ഏകദേശം 3,50,000 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റും 47,000 ടൺ ഉരുക്കും ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. ഈ പാലങ്ങൾക്ക് നടുവിൽ ഒരു കൊച്ചു മനുഷ്യനിർമ്മിത ഐലൻഡ് നമുക്ക് കാണാവുന്നതാണ്. പാസ്പോർട്ട് ഐലൻഡ്. പാസ്പോർട്ട് ഐലൻഡ് അഥവാ എംബാങ്ക്മെന്റ് ഐലൻഡ് ഇതൊരു കൃത്രിമ ദ്വീപാണ്. ഇവിടെ വെച്ചാണ് സൗദിയുടെയും ബഹ്റൈൻ്റെയും അതിർത്തി തിരിയുന്നത്. ഇവിടെയുള്ള കോസ്വേ ടവർ ബഹ്റൈൻ സൈഡിലും സൗദി സൈഡിലും ഓരോ ടവറുകൾ വീതമുണ്ട്. അവിടെ കയറി നമുക്ക് ടെലസ്കോപ്പിക് വ്യൂ വഴി നമുക്ക് സൗദിയും കാണാം, ബഹ്റൈനെയും കാണാം. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു വ്യൂ അത് അനുഭവിച്ച് തന്നെ നിങ്ങൾ അറിയണം. വെറുമൊരു യാത്രാമാർഗം മാത്രമല്ല ഈ പാലം, ബഹ്റൈൻ്റെ സാമ്പത്തിക രംഗത്തും ടൂറിസത്തിലും ഈ കോസ്വേ വലിയൊരു പങ്ക് വഹിച്ചിരിക്കുന്നു. ആഴ്ച അവസാനങ്ങളിൽ 10,000-കണക്കിന് ആളുകളാണ് ഈ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത്. രണ്ട് രാജ്യങ്ങളും രണ്ട് സംസ്കാരങ്ങളെയും കടലിന് മുകളിലൂടെ കോർത്തിണക്കുന്ന ഈ അത്ഭുത പാലം നിങ്ങൾ ബഹ്റൈനിലോ സൗദി അറേബ്യയിലോ ഉണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ്. ഈവനിങ് ടൈമാണ് ഇവിടെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം. കുട്ടികളുമൊത്ത് കുടുംബങ്ങളുമൊത്തും കുറച്ച് സമയം ശാന്തമായിരിക്കുവാൻ നമുക്ക് പറ്റുന്ന ഒരു നല്ല സ്പോട്ടാണ് കോസ്വേ.
ഇന്നത്തെ നമ്മുടെ ചെറിയ ചരിത്രയാത്ര ഇവിടെ കഴിയുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു യാത്രയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.